ഹായ് നമസ്കാരം, ഞാൻ ഷെഫ് സിനോയ്. പോത്ത് എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു ഡിഷാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോത്തും കായും പെരളൻ. നമ്മളുടെ പോത്ത് നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് എടുത്തിരിക്കുന്നത് മാർബിളിൻ്റെ മീറ്റാണ്. കണ്ടോ, എല്ലാവർക്കും ആ നെയ്യുടെ ഇടയിലുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് കുക്കാവേണ്ടി. അപ്പം അതിന് നമ്മൾ ആദ്യം നമ്മളുടെ പാനിലേക്ക് മാറ്റുന്നു. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സോള, കല്ലുപ്പാണ് എടുക്കുന്നത്. കല്ലുപ്പാണ് എപ്പോഴും ബീഫൊക്കെ വേവിക്കുമ്പോൾ നല്ല ഇതായിട്ട് വേവാൻ, ഫ്ലേവർ കിട്ടാൻ നല്ലത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, കുറച്ച് ഏലക്കായ, സിനമൺ, പട്ട എല്ലാം കൂടി, ഗരം മസാല, കുരുമുളകൊക്കെ ഉണ്ട്. നന്നായി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇതിൻ്റെ വെള്ളത്തിൽ തന്നെ വേണം. നമുക്ക് നമ്മളുടെ ഇതിൻ്റെ ഒപ്പം തന്നെ കായലും വേവിച്ച് വയ്ക്കാം. വേവിച്ചതിന് ശേഷം 2 വെന്ത് കഴിയുമ്പോൾ മിക്സ് ചെയ്യുക. അതിന് നമുക്ക് പെരളനാക്കാം. ഓക്കെ, നമ്മളുടെ ബീഫ് ആവും. അങ്കമാലിക്കാരുടെ പ്രത്യേകതയാണ് കുക്കറിൽ വേവിക്കേണ്ട, നേരെ തന്നെ അതിൻ്റെ ബീഫിൻ്റെ വെള്ളത്തിൽ തന്നെ വേവുന്ന രീതിയിലാണ് നമ്മളതിനെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളുടെ ബീഫ് നല്ല ബീഫാന്ന് പറയുന്നത് കണ്ട, ആ മാർബിൾ മീറ്റിൻ്റെ ഫാറ്റൊക്കെ ഇറങ്ങി നമ്മളുടെ കായും വെന്തു. ഇത് മിക്സ് ചെയ്യാം. നമ്മളുടെ പോത്തും കായയുടെയും കുക്കിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തു. കായയും പോത്തൊക്കെ നല്ല മിക്സ്, നെയ്യൊക്കെ നന്നായിട്ട് അതിന് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഉരുളി വെച്ചു. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അങ്കമാലി ഊണിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഈ പോത്തും കായയും ചേർന്നിട്ടുള്ള അതേ പെരളൻ. അതും മാങ്ങാക്കറിയും സർലാസും ഉണ്ടെങ്കിലല്ലോ അങ്കമാലി സദ്യ ഒരു സംഭവമായിട്ട് മാറും. അങ്ങനെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പെരിഞ്ജീരകവും കുരുമുളകും ചതക്കുകയാണ്. സവോള, പച്ചമുളക്, കറിവേപ്പില, നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി,
മല്ലിപ്പൊടി ഇത്തിരി കൂടുതലുണ്ട്, നല്ല മല്ലിയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവും അതിന്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പൊടികളെല്ലാം ഫ്രഷ് ആയിട്ട് നമ്മൾ പൊടിച്ചിരിക്കുന്ന പൊടികളാണ്. അപ്പോൾ അതിൻ്റെതായ ആ ഒരു ആരോമ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ശരിക്കും വേണ്ടത്. നല്ല പച്ചമണം പോയി നമ്മൾ ഇനിയിപ്പോൾ നമ്മളുടെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല മാർബിളിൻ്റെ മീറ്റിൻ്റെ ചായ തിരണ്ട് കിട്ടുമെങ്കിൽ നമ്മളുടെ പോത്തിറച്ചിയും കായയും പെരളൻ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല മട്ടരിയുടെ ചോറ്, കുറച്ച് നമ്മളുടെ കച്ചുമ്പർ സലാഡ് ഉണ്ടല്ലോ, തേങ്ങാപ്പാലും സലാസും ഓണിയനും കൂടി ചേർന്ന സലാഡ്, അതുകൊണ്ട് വെച്ച് കഴിഞ്ഞെങ്കിൽ ഗംഭീര ഫീലായിരിക്കും. നമ്മളുടെ പോത്തിറച്ചിയും കായയും ചേർത്തിട്ടുള്ള ഗംഭീര പ്രിപ്പറേഷൻ ഹലോ അങ്കമാലിക്കായിട്ട് ഡെഡിക്കേറ്റഡ് ആണ്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം.